ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ വീഡിയോസാണ്. ഒരുപാട് പേര് എന്നോട് സജസ്റ്റ് ചെയ്ത ഒരു കിഡ്ലം RBI അപ്രൂവ്ഡ് NBFC ആണ്. നമ്മൾ ഒരുപാട് നാൾ മുമ്പ് ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്തതാണ്. അപ്പോൾ അന്ന് കുറേ തെറിവിളിയും കാര്യങ്ങളെല്ലാം വന്നു. നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഈ ആപ്ലിക്കേഷൻ തന്നെ ചെയ്യുന്നത്, വേറെ ഒന്നുമില്ലേ, വേറെ ബാങ്കൊന്നുമില്ലേ, അങ്ങനെ ഒരുപാട് തെറിവിളിയും മറ്റ് കമൻസും എല്ലാം വന്നതാണ്. അപ്പോൾ അന്ന് ചെയ്താലും ഇന്ന് ചെയ്താലും ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ഒരുപാട് അപ്രൂവൽ റേറ്റ് ഉണ്ട്. കാരണം ഇത്ര ചെറിയ സാലറിയിൽ ലോൺ കൊടുക്കുന്ന വേറൊരു NBFC, കാരണം ഒരു 1,00,000 രൂപ 12,000 രൂപ സാലറിയിലൊന്നും കൊടുക്കുന്ന, അതായത് ബിസിനസ് ലോൺ ആയിക്കോട്ടെ, പേഴ്സണൽ ലോൺ ആയിക്കോട്ടെ, അല്ല അൺസെക്യൂർഡ് ബിസിനസ് ലോൺ ആയിക്കോട്ടെ, എന്തായാലും ഈ ഒരു ചെറിയ എമൗണ്ടിൽ കൊടുക്കുന്ന വേറൊരു NBFC ഇല്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ആ സമയത്ത് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നത്, ഇപ്പോഴും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ട് ഏകദേശം 1.5-2 വർഷത്തോളമായി. അന്ന് നല്ല അപ്രൂവൽ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ച് നാൾ നിങ്ങളുടെ താല്പര്യപ്രകാരം അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു NBFCയുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, V-Rise ഫിനാൻസ് എന്നാണ്. ഈ ഓൾ ഇന്ത്യയിൽ മുഴുവൻ ലോൺ കൊടുക്കുന്ന ഒരു NBFC ആണ്. നമുക്ക് ചില ബാങ്ക് അറിയാം, ചില ബാങ്ക് കേരളത്തിൽ മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങൾ ലോൺ അപ്ലൈ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് HDFC ബാങ്കൊക്കെ ഒരുവിധം കേരളത്തിൽ എല്ലാ സ്ഥലത്തും ചെയ്യും. അല്ലെങ്കിൽ ടാറ്റ ക്യാപിറ്റലൊക്കെ എന്ന് വെച്ചാൽ ചില പിൻകോഡുണ്ട്, ഈ പിൻകോഡിൽ ചെയ്യില്ല. ചില ആൾക്കാർ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കേരളത്തിലാണ് വീട്. അങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ ഭയങ്കര പാടാണ് ചില ബാങ്കുകളും NBFCയും. പക്ഷേ ഇവർ അതെല്ലാം ചെയ്യുന്നതാണ്. നിസ്സാരമായ ഡോക്യുമെൻറ്റ്സ് മാത്രം കൊടുത്താൽ മതി. നിസ്സാരമായ ഡോക്യുമെൻറ്റ്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ 1 മാസത്തെ സാലറി സ്ലിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ HR ലെറ്ററോ ഓഫർ ലെറ്ററോ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം വേണം. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് 1 വർഷത്തെ കമ്പൽസറിയാണ്, 1 വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. പിന്നെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഇത്രയും ഡോക്യുമെൻറ്റ്സാണ് പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടത്. 12,000 രൂപ നിങ്ങൾക്ക് സാലറി ഉണ്ടെങ്കിൽ ഒരു 1,00,000 അല്ലെങ്കിൽ 1,10,000, 1,20,000 വരെ നിങ്ങൾക്ക് സുനിശ്ചിതമായിട്ടും ലോൺ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു 20 രൂപ സാലറി ഉണ്ടെങ്കിൽ 2,00,000 രൂപ തീർച്ചയായിട്ടും കിട്ടും. ഇത് ഒരു ഒബ്ലിഗേഷൻസ് അധികമായിട്ട് നോക്കില്ല. പിന്നെ സിബിൽ സ്കോർ 650 മസ്റ്റായിട്ടും വേണം. തീരെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ലോൺ എടുത്തിട്ട് ഞാൻ മുമ്പ് പറയുന്ന പോലെ ഡിഫോൾട്ടർ ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും അവർ കൊടുക്കില്ല. അതായത് ഒരുപാട് ഇപ്പോൾ 90 ദിവസം ഡ്യൂ ഉള്ള ആൾക്കാർക്കും, ലാസ്റ്റ് 1 ഇയറിൽ ഏതെങ്കിലും 30 ദിവസം ഡ്യൂ ഉള്ള ആൾക്കാർക്കൊന്നും ഇവർ ലോൺ കൊടുക്കില്ല. നമ്മൾ പറയുമ്പോഴെല്ലാം പറയണമല്ലോ. അപ്പോൾ ഇവർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ്, പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, അങ്ങനെ എല്ലാ കമ്പനിയിലും ചെയ്യും. പിന്നെ ഫ്രീലാൻസേഴ്സ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ടീമുകളൊന്നും ചെയ്യില്ല. ഫുൾ ടൈം എംപ്ലോയീസിന് മാത്രമേ ചെയ്യുള്ളൂ, പാർട്ട് ടൈം എംപ്ലോയീസിന് ചെയ്യില്ല. 1 മാസത്തെ സാലറി സ്ലിപ്പിൽ നിങ്ങൾക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് 12,000 രൂപ സാലറി ഉണ്ടെങ്കിൽ സുനിശ്ചിതമായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പേഴ്സണൽ ലോൺ കിട്ടുന്നതാണ്. ഓക്കെ. അപ്പോൾ മാക്സിമം എന്നോട് ഇന്നലെയും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, 12,000 രൂപ സാലറി ഉള്ള ആൾക്ക് ആര് ചെയ്യും, ഏത് ബാങ്കാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഒരുവിധം കേരളത്തിലുള്ള HDFC, ICICI, അതുപോലെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, പിന്നെ ടാറ്റ ക്യാപിറ്റൽ, ഫുള്ളട്രോൺ, SMFG ഫിനാൻസ്, ഇതെല്ലാം ഏറ്റവും കുറഞ്ഞ ഈ പറഞ്ഞതിൽ 15 രൂപ ചെയ്യുന്നത് ഇൻഡസ്ഇൻഡ് ബാങ്കാണ്. ബാക്കി എല്ലാത്തിനും 20 രൂപ സാലറി, 25 രൂപ സാലറി. ഇപ്പോൾ HDFC ബാങ്കിൽ അക്കൗണ്ടുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് 15-20 റേഞ്ച് മതി. അക്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 30 രൂപ ആ റേഞ്ചിൽ നിങ്ങൾക്ക് സാലറി വേണം. ഇവിടെ അക്കൗണ്ട് ഉള്ളതായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ നിങ്ങൾക്ക് 12 രൂപ സാലറി മതി. വളരെ ക്ലിയർ ആയിട്ട്, കാരണം സാലറി കുറവായിട്ട് പേഴ്സണൽ ലോൺ കിട്ടാത്ത ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് കസ്റ്റമേഴ്സും ഇപ്പോൾ ഇങ്ങനെ ഓരോ ബാങ്കിലും കയറിറങ്ങി നടക്കുന്നുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആണ്. 12,000 രൂപ സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ടും പേഴ്സണൽ ലോൺ കിട്ടും. ഇനി ഫില്ല് ചെയ്യുന്ന ഡീറ്റെയിൽസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഡോക്യുമെൻറ്റ്സ് കാണിക്കും, പാൻ കാർഡ്, ആധാർ കാർഡ്, ലാസ്റ്റ് 12 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. അത് നെറ്റ് ബാങ്കിങ്ങിൽ നിന്നോ ആപ്പിൽ നിന്നോ ഡൗൺലോഡ് ചെയ്തായിരിക്കണം. കംപ്രസ് ചെയ്ത ഫയൽ ആയിരിക്കരുത്, എഡിറ്റ് ചെയ്ത ഫയൽ ആയിരിക്കരുത്. കറക്റ്റ് ഒറിജിനൽ PDF തന്നെ ആയിരിക്കണം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് മന്തിൽ സാലറി സ്ലിപ്പ്. ലാസ്റ്റ് മന്ത് എന്ന് വെച്ചാൽ ഇപ്പോൾ ലാസ്റ്റ് 3 മന്ത്സിൽ ഏതെങ്കിലും ഒരെണ്ണം കൊടുത്താൽ മതി. ഓക്കെ. ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ വളരെ ഈസി ആയിട്ട് തരും. ഞാൻ ഫില്ല് ചെയ്യുന്ന കാണിക്കുന്നില്ല. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇപ്പോൾ മുകളിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ, താഴെ മെയിൽ ID, ഏറ്റവും താഴെ പാൻ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിം പാൻ കാർഡിലുള്ളവർ എൻ്റർ ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മെറിറ്റൽ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ കറണ്ട് റെസിഡൻസ് പിൻകോഡ്, നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ പിൻകോഡ്,
പിന്നെ നിങ്ങളുടെ പ്രിഫർ ലാംഗ്വേജ്, ഏത് ലാംഗ്വേജിലാണോ അവർക്ക് നിങ്ങൾ സംസാരിക്കുന്നത് ലാംഗ്വേജ്, നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് നമുക്കിവിടെ പബ്ലിക് ലിമിറ്റഡ് കൊടുക്കാം, പ്രൈവറ്റ് ലിമിറ്റഡ് കൊടുക്കാം, സെൽഫ് എംപ്ലോയിഡ് ചെയ്യില്ല, പ്രൊപ്പറേറ്റർഷിപ്പ് അവർ ചെയ്യും, പാർട്ണർഷിപ്പ് ചെയ്യും, ഗവൺമെൻറ് ഫോം ചെയ്യും. ഓക്കെ, ഈ അതേഴ്സും മറ്റു കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല. പിന്നെ മോഡ് ഓഫ് സാലറി മസ്റ്റായിട്ടും ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കണം. ചെക്കും ക്യാഷും കൊടുത്താൽ ഓൺ ദി സ്പോട്ടിൽ റിജക്റ്റ് ചെയ്ത് കളയും. പിന്നെ ടോട്ടൽ വർക്ക് എക്സ്പീരിയൻസ് മിനിമം 1 വർഷമെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് വേണം. അത് മാസത്തിലേ കൊടുക്കാവുള്ളൂ. പിന്നെ ലോൺ എമൗണ്ട് എത്രയാണോ വേണ്ടത് അതിവിടെ എൻ്റർ ചെയ്യുക. പിന്നെ EMI എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിവിടെ എൻ്റർ ചെയ്യുക. ഇനി എന്തെങ്കിലും EMI ഡിലേ ആയിട്ടുണ്ടോ എന്ന് ഇവിടെ ചോദിക്കും. അത് നിങ്ങൾ ഡിലേ ആയിട്ടുണ്ടെന്ന് കൊടുക്കുന്നെങ്കിൽ അത് ഓൺ ദി സ്പോട്ടിൽ റിജക്റ്റ് ആവും. നിങ്ങളിപ്പം യെസ് എന്ന് കൊടുത്ത് ഡിലേ ആയിട്ടില്ല എന്ന് കൊടുത്ത് അവർ ചെക്ക് ചെയ്ത് നോക്കിയാലും അത് റിജക്റ്റ് ആവുന്നതാണ്. എന്നിട്ട് സബ്മിറ്റ് ഓപ്ഷൻ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം ഇതിനു മുമ്പ് നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും അതുപോലെ തന്നെ ഒരു 12 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും സാലറി സ്ലിപ്പും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അത് വെച്ചതിന് ശേഷം ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ വീണ്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പോയാൽ ഈ ഒരു ഫില്ല് ചെയ്ത ഭാഗം വീണ്ടും ഫില്ല് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, ഈനാച്ചും കാര്യങ്ങളൊക്കെ. അത് വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ബാങ്കിൻ്റെയും സ്റ്റെപ്പ് കയറാൻ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ബിസിനസ് ലോണും അൺസെക്യൂർഡ് ബിസിനസ് ലോണും ലോൺ അഗേൻസ്റ്റ് പ്രോപ്പർട്ടിയും എല്ലാം അപ്ലൈ ചെയ്യാം. വളരെ നല്ലൊരു NBFC ആണ്. സാധാരണ ബാങ്കിൽ 13% ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 16% ഇൻട്രസ്റ്റ് വരും. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പം വളരെ അത്യാവശ്യമായിട്ട് ലോൺ കിട്ടുന്ന, അതായത് 12 രൂപ സാലറിക്കൊന്നും ലോൺ കിട്ടാത്ത ആൾക്കാർക്ക് ഇവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.